പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസണിലെ ഫൈനൽ മത്സരം ഇന്നലെയായിരുന്നു നടന്നത്. ബംഗളൂരു എഫ്സിയും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിരുന്നു ഇന്നലത്തെ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. എന്നാൽ ബംഗളൂരുവിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ISL 11ാം സീസണിലെ കിരീട ജേതാക്കളായി മാറിയത്. എന്നാൽ ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ റെഫറി ഇപ്പോൾ സഹായിച്ചത് കൊണ്ടാണ് മോഹൻ ബഗാൻ ഇന്നലെ കിരീടം നേടിയത് എന്നുള്ളൊരു കാര്യമാണ് ബംഗളൂരുവിന്റെ പരിശീലകൻ നിലവിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെയും ഇപ്പോൾ റെഫറിമാർ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ബംഗളൂരുവിന്റെ പരിശീലകൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇന്നലെ വീഡിയോ തന്നെ കടക്കാം. എന്നാലും ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ്സിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ISLന്റെ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ISL 11ാം സീസണിലെ കിരീട ജേതാക്കളായി മാറിയത്. എന്നാൽ ഇപ്പോൾ മോഹൻ ബഗാനെ റെഫറി സഹായിച്ചത് കൊണ്ടാണ് ഇപ്പോൾ മോഹൻ ബഗാൻ കിരീടം നേടിയത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹം ഇത്രയും പ്രകോപിതനാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ ബംഗളൂരുവിന് അനുകൂലമായി ഒരു പെനാൽറ്റി കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. എന്തായാലും അത് നമുക്കവിടെ സമ്മതിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെയും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ കുറ്റം പറഞ്ഞതെന്ന് വ്യക്തമല്ല. എന്നാലും ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെയും മോഹൻ ബഗാനെയും ഇവിടെ റെഫറിമാർ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് അവർക്ക് കിട്ടുന്നുമുണ്ട്. ബംഗളൂരു അടക്കമുള്ള ടീമുകൾക്ക് ആനുകൂല്യമായ ഒന്നും ഇവിടെ റെഫറിമാർ നൽകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. എന്നാൽ കുറേ മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ റെഫറിമാർ ബംഗളൂരുവിന് അനുകൂലമായി വിസിൽ മുഴക്കുന്ന കാഴ്ചയൊക്കെ നമുക്കത് ബ്ലാസ്റ്റേഴ്സിനെതിരെ വരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സുനിൽ ഛേത്രി നേടിയ വിവാദ ഗോളൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോഴൊന്നും എന്തുകൊണ്ട് ബംഗളൂരുവിൻ്റെ പരിശീലകന്മാർ ഇതൊന്നും പറഞ്ഞില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. എന്തായാലും അവർക്ക് ഇപ്പോൾ ഇത് വന്നപ്പോൾ അവർ പ്രതികരിച്ചു. അങ്ങനെയാണ് അന്ന് ഇവാൻ മുക്കുമനോവിച്ചും ചെയ്തതെന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിനും ഈസ്റ്റ് ബംഗാളിനും ഇപ്പോൾ റെഫറിമാരുടെ സഹായം നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബംഗളൂരുവിൻ്റെ പരിശീലകൻ നിലവിൽ വ്യക്തമാക്കുന്നത്.